ശ്രീലാൽ, നമ്മൾ ഒരുപാട് തെരഞ്ഞെടുപ്പുകളും അവിശ്വസനീയമായ തിരിച്ചുവരവുകളും വലിയ പതനങ്ങളും ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ. പക്ഷേ നിതീഷ് ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ ഒരു അത്ഭുതമായി തന്നെ നിൽക്കുകയാണ്. കാരണം ഇതിപ്പോൾ BJP കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഒരു തീരാ ദുഃഖമായി നിൽക്കുന്നില്ലേ? കാരണം ആ മുന്നണിയുടെ ഒരു വരവിനും ഒക്കെ നിതീഷ് കൊടുത്ത അക്കാലത്ത് കൊടുത്തൊരു വലിയ ഊർജ്ജമുണ്ട്. പിന്നീട് സംഭവിച്ചത് എന്താണ് എന്നറിയാം. വീണ്ടും BJPയോട് കൈകോർക്കുന്ന നിതീഷിനെ കണ്ടു. ആ നിതീഷ് ബീഹാറിൽ വന്ന് വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വിശ്വസിച്ച മഹാഗഡ്ബന്ധൻ നേതാക്കളുടെ മുൻപിൽ ആ മുന്നണിക്കകത്തേതിന് ഏറ്റവും വലിയ പാർട്ടിയായി, ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടിയായി തെരഞ്ഞെടുപ്പിൽ മാറിക്കഴിയുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആ നിലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ JDU 73, BJP 72, 163 സീറ്റ് എന്ന നിലയിൽ ലീഡ് പൊതുവിൽ നിൽക്കുകയാണ്. അപ്പോൾ അപ്പുറത്തും യഥാർത്ഥത്തിൽ നിതീഷിനെ കൈവിട്ട് കളഞ്ഞതിലെ ആ രാഷ്ട്രീയ പരാജയം അത് ആ മുന്നണിയെ വല്ലാതെ ബാധിക്കുന്ന ഒന്ന് തന്നെയല്ലേ? പലപ്പോഴും ആലോചിക്കാനും ഉറക്കം കെടുത്താനും ഇടയുള്ള ഒന്നല്ലേ അത്? ഒരു കാരണവശാലും നിതീഷിന് ഈ പറയുന്ന മഹാഗഡ്ബന്ധൻ, കോൺഗ്രസിന് ഒപ്പമുള്ള മഹാഗഡ്ബന്ധനിൽ നിൽക്കാൻ പറ്റില്ല. അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിതീഷ് അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. നിതീഷിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിതീഷ് അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്നതിനപ്പുറത്തേക്ക് ഒരു കാലത്ത് നിതീഷ് ഈ പറയുന്ന പഴയ UPIയിലോ അല്ലെങ്കിൽ ഇപ്പുറത്ത് ഈ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമാകുമ്പോഴൊന്നും നിതീഷ് കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. BJP എന്തൊക്കെ പറഞ്ഞാലും ബീഹാറിൽ BJPക്ക് കാര്യമായ വേരുകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബീഹാറിൽ നിതീഷ് ഒപ്പം വേണമെന്നുള്ളത് BJPയുടെ നിലപാട് തന്നെയാണ്. BJP ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് എല്ലാ കാലത്തും. അത് 2020 നന്നായി കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അത്ര നന്നായി കൊണ്ടുപോകാൻ ഒരു കാരണവശാലും കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇപ്പുറത്തെ RJD പോലൊരു പാർട്ടി ഉള്ളതുകൊണ്ട് നടക്കില്ല. കാരണം ഇപ്പോഴും നമ്മൾ നോക്കുക, ഈ പറയുന്ന നിതീഷ് കുമാർ ഇത്തവണ വലിയ ഒരു നേതാവായി ഉയർന്നു വന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ നിതീഷിൻ്റെ മാത്രം ഒരു കഴിവോ ഗുണമോ അല്ലെങ്കിൽ നിതീഷിൻ്റെ ജനപ്രീതി മാത്രം കൊണ്ടാണ് ഇത്തരം ഒരു വലിയ വിജയമുണ്ടായതെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, അതിനകത്ത് BJPയുടെ തന്ത്രങ്ങളും വളരെ വലുതാണ്. കാരണം ഈ കഴിഞ്ഞ തവണ 2020 തെറ്റി നിന്ന പാസ്വാനെ, ചിരാഗ് പാസ്വാനെ ഒപ്പം കൊണ്ടുവന്നു. അദ്ദേഹം കൊണ്ടുവന്ന വോട്ട്, അദ്ദേഹം നേടുന്ന സീറ്റുകൾ, ഒപ്പം തന്നെ ആ പസ്വാൻ കമ്മ്യൂണിറ്റിയുടെ, പസ്വാൻ വിഭാഗത്തിൻ്റെ വോട്ട് ഈ പറയുന്ന NDA സഖ്യത്തിന് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. ട്രാൻസ്ഫർ ഓഫ് വോട്ട് കൂടി നടന്നിട്ടുള്ളതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഘടകമുണ്ട്. രണ്ട്, ഈ പറയുന്ന BJP തന്നെ ഇത്തവണ തുടക്കം മുതൽ BJP ഈ 101 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗം വെച്ച് നിർബന്ധം പിടിച്ച് വാങ്ങിയെങ്കിലും ചില വിട്ടുവീഴ്ചകൾ BJP പല ഘട്ടത്തിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അവിടെയെല്ലാം BJPക്ക് കൃത്യമായി നിതീഷിൻ്റെ ഒരു സ്വാധീനവും നീക്കവും അറിയാമായിരുന്നു. പക്ഷേ മറുഭാഗത്ത് നോക്കൂ, മറുഭാഗത്ത് തേജസ്വി യാദവ് എന്ന ഏക നേതാവാണ് നിൽക്കുന്നത്. ഈ ഏക നേതാവിൻ്റെ ബലത്തിലാണ് ആ മുന്നണി നിൽക്കുന്നത്. നോക്കൂ, എത്ര സീറ്റുകളാണ് ആ മഹാഗഡ്ബന്ധനിലുള്ള 58 സീറ്റ് തേജസ്വി യാദവ് മാത്രം RJD കൊണ്ടുവന്നു. 15 സീറ്റാണ് കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ VIP, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, അവർ കഴിഞ്ഞ തവണ 4 സീറ്റിൽ വിജയിച്ചു. അതായത് ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങൾ EBC ആയിട്ടുള്ള നിഷാന്ത് വിഭാഗം, അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ സഹാനി വിഭാഗങ്ങളെല്ലാം ചേരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന VIP പാർട്ടിയുടെ മുകേഷ് സഹാനി. ആ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയാണ്. ആ കമ്മ്യൂണിറ്റിയെ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന നേതാവാണ് മുകേഷ് സഹാനി. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു സീറ്റിലാണ് ആകെ. കഴിഞ്ഞ തവണ 4 സീറ്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ട്രാൻസ്ഫർ ഓഫ് വോട്ട് കൃത്യമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ, അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൻ്റെ, നിശാന്ത് വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഈ പറയുന്ന മഹാസഖ്യത്തിന് കൊണ്ടുവരുന്നതിന് അദ്ദേഹം സാധിച്ചിരുന്നു. ഇത്തവണ അതില്ല. അപ്പോൾ ഈ പറയുന്ന തേജസ്വി യാദവ് എന്ന ഒറ്റ നേതാവിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഈ 77 സീറ്റ് എന്ന് പറയുന്ന തലത്തിലേക്ക് മഹാഗഡ്ബന്ധൻ എത്തിയിരിക്കുന്നത്. അവിടെയാണ് തേജസ്വി യാദവാണ്. നിതീഷ് കഴിഞ്ഞാൽ ബീഹാറിലെ നേതാവ് തേജസ്വി യാദവ് തന്നെയാണ്. പക്ഷേ ഇത്തവണ നിതീഷിൻ്റെ ചില രാഷ്ട്രീയ തന്ത്രം, കണക്കുകൂട്ടൽ, രാഷ്ട്രീയം മുന്നിൽ കണ്ടുള്ള ചില നടപടികൾ, ഈ പറയുന്ന ഈ വനിതാ റോസ്ഗാർ യോജന പദ്ധതി അടക്കമുള്ള നടപടികൾ, അതെല്ലാം നിതീഷിനെ വളരെയധികം സഹായിച്ചു. പക്ഷേ അപ്പോഴും ചോദിക്കാനൊരു കാര്യം എന്ന് വെച്ചാൽ അത് ശരിയാണ്. ആ നിലയിൽ അത് വളരെ കൃത്യമാണ്. കാരണം കഴിഞ്ഞ തവണ പിന്നിൽ പോയ തൻ്റെ പാർട്ടിയെ ഇത്തവണ മുന്നിലെത്തിക്കണം. ആ മുന്നണിക്കകത്തുകൂടി ഒരു മത്സരം നടന്നിരുന്നു BJPയുമായി. പുറത്തേക്ക് അത് വേറെ ഏതെങ്കിലും തരത്തിൽ വരുന്നതിനപ്പുറം അതിനകത്ത് അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നല്ലോ. അതിൽ നിതീഷ് വിജയിക്കുകയും ചെയ്തു. BJPക്കൊപ്പവും BJPക്ക് അപ്പുറവും നിൽക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായ കണക്കുകൂടി ശ്രീലാലൊന്ന് നോക്കാം നമുക്ക്. അതിനകത്ത് പൂർണ്ണമായി 243 മണ്ഡലങ്ങളിലെ ഇത് വന്നിട്ടില്ല. പക്ഷേ ഔദ്യോഗിക കണക്കാണല്ലോ. അപ്പോൾ അതിലേതാണ്ട് 200-ൽ പരം സീറ്റുകളുടെ ലീഡ് നില നോക്കിയാൽ JDU 68, ഭാരതീയ ജനതാ പാർട്ടി 65. നോക്കൂ, അതിൽ തന്നെ ലീഡ് ഇലക്ഷൻ കമ്മീഷൻ ആധികാരികമായി പറയുന്നതിൽ തന്നെ ലീഡ് JDUവിന് തന്നെയാണ്. RJD 38, ലോക് ജനശക്തി പാർട്ടി 16, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെറും 11,
CPIML 4, നേരത്തെ പറഞ്ഞ പോലെ 12 സീറ്റ് ജയിച്ചൊരു പാർട്ടിയാണ്. അപ്പോൾ അവിടെ CPIM 1 സീറ്റിൽ ലീഡ് ചെയ്തു, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നോക്കിയാൽ 160, ഇനി അനൗദ്യോഗികമായി നോക്കിയാൽ NDA 160, MGB 78 എന്ന നിലയിൽ നിൽക്കുകയുമാണ്. നേരത്തെ അവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഈ 160 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് ഒരു 15 സീറ്റുകൾ കുറയ്ക്കുക. ആ 15 സീറ്റുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മഹാഗഡ്ബന്ധനിൽ പരസ്പരം മത്സരിച്ച സീറ്റുകളാണ്, സൗഹൃദ മത്സരം സീറ്റുകളാണ്. CPIയുടെ സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു, അതിൽ 9 സീറ്റ് കോൺഗ്രസ് ആണ് മത്സരിച്ച ഒരു ഭാഗത്ത്. 6 സീറ്റിൽ RJDയുമായി, കോൺഗ്രസും RJDയും, RJD അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി RJD നയിക്കുന്ന മുന്നണി, ആ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ കോൺഗ്രസ് RJDക്കെതിരെ 9 സീറ്റിൽ മത്സരിക്കുന്നു. സൗഹൃദ മത്സരം എന്ന് പറഞ്ഞാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൈകോർത്ത് വേദിയിൽ നിൽക്കുകയും താഴ്ത്തിറങ്ങി സീറ്റ് വിഭജന സമയം തുടങ്ങിയപ്പോൾ തമ്മിലടിയുമാണ് അവിടെ ഉണ്ടായത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബീഹാറിന്റെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നുണ്ടോ? 64 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുക, 64 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു. അതിൽ 9 സീറ്റിൽ സൗഹൃദ മത്സരമാണ്. 6 സീറ്റിൽ RJDയുമായും 3 സീറ്റിൽ CPIയുമായിട്ട് വരെയും രണ്ടുപേരും ജയിക്കാൻ സാധ്യതയില്ലാത്ത പാർട്ടികൾ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ CPIയുമായി പോയി, അല്ലെങ്കിൽ കോൺഗ്രസും CPIയും സൗഹൃദ മത്സരം നടത്തുന്നു 3 സീറ്റിൽ. എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക? 64 സീറ്റിൽ, അപ്പോൾ ഏതാണ്ട് 55 സീറ്റിലാണ് കോൺഗ്രസിന് മത്സരിക്കാൻ കിട്ടിയത് തന്നെ. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 50 സീറ്റിൽ ഈ 55 സീറ്റാണ് മത്സരിക്കാൻ കിട്ടിയത് കോൺഗ്രസിന്, കാരണം ബാക്കി സൗഹൃദ മത്സരമായിരുന്നു. അതിൽ തന്നെ 50 സീറ്റിൽ കോൺഗ്രസ് നേരിട്ടത് ഈ പറയുന്ന BJPയെയും പറയുന്ന JDUവിനെയുമാണ്. അതായത് കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നിർബന്ധം പിടിച്ചപ്പോൾ RJD കൃത്യമായി നല്ല മത്സരമുള്ള സീറ്റുകൾ കോൺഗ്രസിന് കൈമാറുകയും മറ്റ് സീറ്റുകളിൽ അവരെടുക്കുകയും ചെയ്തു. അതാണ് പറഞ്ഞത്, അത്തരം രാഷ്ട്രീയ ബോധ്യമില്ലായ്മ കോൺഗ്രസ് ബീഹാറിൽ കാണിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. അല്ല, കഴിഞ്ഞ 2020 അത് തന്നെയാണ് സംഭവിച്ചത്. 2020 ഇത് തന്നെയാണ്. കോൺഗ്രസ് ഇത്തരത്തിൽ രാഷ്ട്രീയ ബോധമില്ലാതെ പലപ്പോഴും നടപടിയെടുക്കുന്നതാണ് ഈ പറയുന്ന മുന്നണിക്ക് ബന്ധമെന്ന്. അവിടെയാണ് നിതീഷ് കുമാർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിതീഷ് കുമാർ ഒരു കാരണവശാലും ഇത്തരമൊരു മുന്നണിയിൽ സർവൈവ് ചെയ്യില്ലായിരുന്നു, നിതീഷ് പോകുക തന്നെ ചെയ്യുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു.